ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കിങ്ങിണി മോള് പ്രസവിച്ചു എന്ന് പലരും ചോദിച്ചു. അപ്പോൾ കിങ്ങിണി മോള് പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കാറായി. അടുത്ത മാസം 8-ാം തീയതിക്കാണ് കിങ്ങിണി മോൾക്ക് 9 മാസം തികയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച തൊട്ട് തന്നെ കിങ്ങിണി മോളുടെ അകിടൊക്കെ നല്ലപോലെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ കുളിപ്പിച്ചതാണ്, എന്നാലും ഉച്ചയ്ക്ക് നന്നായി കുളിപ്പിച്ച് നനച്ച് നിർത്തും. അകിടും മടിയൊക്കെ നല്ല ചൂടുകാലല്ലേ, അപ്പോൾ നല്ലപോലെ തണുപ്പിച്ച് നിർത്തണം. പിന്നെ കിങ്ങിണി മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുളിക്കുന്നതും. ചാണകമൊന്നും ഇല്ലെങ്കിലും വെറുതെ തേച്ച് കഴുകി മേലിങ്ങനെ വെള്ളമാക്കണത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ കിങ്ങിണി മോളെ സംബന്ധിച്ച് ഒരു പശുക്കുട്ടീനെ നമ്മൾ വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോൾ 1 വയസ്സാവുമ്പോഴേ അത് മതിലക്ഷണം കാണിച്ച് 1.5 വയസ്സിൽ നമ്മൾ കുത്തിവെച്ച് ഫസ്റ്റ് കുത്തിവെപ്പിൽ തന്നെ ചെന പിടിച്ച് അതൊക്കെ ഒരു ലക്കാണ്. ശരിക്കും എല്ലാ പശുക്കുട്ടികൾക്കും അങ്ങനെയൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ മേടിച്ചു കൊണ്ടുവരുമ്പോൾ കുഞ്ഞോളെ മേടിച്ചു കൊണ്ടുവരുമ്പോൾ 1.5 മാസം പ്രായം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഏകദേശം സെപ്റ്റംബറിലേക്ക് 2 വയസ്സ് ആയിട്ടുള്ളൂ കിങ്ങിണി മോൾക്ക്. അപ്പോൾ 2 വയസ്സായിട്ടൊക്കെ കുത്തിവെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കറക്റ്റായിട്ട് മതിലക്ഷണമൊക്കെ കണ്ടപ്പോൾ ഇത് എപ്പോഴാണ് ചെന പിടിക്കാമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ കുത്തിവെപ്പ് 1.5 വയസ്സിലെടുത്തു. പക്ഷേ ആദ്യത്തെ കുത്തിവെപ്പിൽ തന്നെ ചെന പിടിച്ചു. പിന്നെ നല്ല വലിപ്പം കൊണ്ടൊക്കെ കിങ്ങിണി മോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് തീറ്റ കൊടുത്തിട്ടൊന്നല്ല അവൾ ഈ വളർച്ചയിലെത്തിയത്. അത് അവളുടെ ആ ജനുസിൻ്റെ പ്രത്യേകതയൊന്നും ഞാൻ വിചാരിക്കുന്നു. തൊട്ടപ്പുറത്തുള്ള സുന്ദരിക്കുട്ടിക്കും ഇതേപോലെയൊക്കെ തീറ്റ കൊടുക്കും നമ്മൾ. 1 വയസ്സ് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമ്മളൊരു 3 കിലോ തീറ്റ വെച്ചിട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ കുട്ടി നല്ല വളർച്ച തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇനി പ്രസവവും നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നന്നായി. കിങ്ങിണി മോൾക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പോൾ പ്രസവിച്ചിട്ടുള്ള മറ്റു കുട്ടികളൊക്കെ അടുത്ത് വന്നാൽ കുത്തൊന്നും ചെയ്യില്ല. പക്ഷേ പശുക്കൾ എപ്പോഴും ഭയങ്കര കുശുമ്പാണ്. അവരവരുടെ കുട്ടികളെ മാത്രമേ അവർക്ക് ഇഷ്ടമാവാറുള്ളൂ. പക്ഷേ കിങ്ങിണി മോൾക്ക് എല്ലാ കുട്ടികളെയും ഇഷ്ടമാണ്. അവളുടെ അമ്മയ്ക്കും അങ്ങനെയാണ്, കുഞ്ഞോൾക്കും അങ്ങനെയാണ്. ഇപ്പോൾ കുഞ്ഞോളുടെ മോളല്ല, എന്നാലും ദേവുട്ടിയുടെ മോളെയും നല്ലപോലെ സ്നേഹിക്കും. അപ്പോൾ കിങ്ങിണി മോൾക്ക് കായത്തൊലി കൊടുക്കും, വൈക്കോല് കൊടുക്കും. ഇതിൻ്റെ കൂടെ തന്നെ തീറ്റയിൽ അങ്ങനെ കൂടുതൽ ഇപ്പോൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഗർഭിണിയായി പ്രസവിക്കാറായ ടൈമിൽ നമ്മൾ കുറച്ച് എലൈറ്റിൻ്റെ കേരള ഫുഡ്സിൻ്റെ എലൈറ്റിൽ നിന്ന് കുറച്ച് തീറ്റ കൊടുക്കും. അല്ലെങ്കിൽ പുഷ്ടിമയാണ്, കായസിൻ്റെ പുഷ്ടിമയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കൊടുത്തു വരുന്നത്. അപ്പോൾ കായസ് സുപ്രീമൊക്കെ കൊടുക്കാറുണ്ട് ഇവിടെ ആദ്യം പശുക്കൾക്ക്. പക്ഷേ സുപ്രീം കൊടുക്കുമ്പോൾ പ്രസവിക്കും മുൻപ് തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി അകിടിൽ പാലിറങ്ങി പാലൊക്കെ ചുരന്നു പോയി ഭയങ്കര അകിട് വീക്കം വരലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് നമ്മൾ പ്രസവിക്കും മുൻപ് അങ്ങനെ ഒരുപാട് തീറ്റ കൊടുക്കണ്ട, സുപ്രീം കൊടുക്കും തോറും പാല് ഇറങ്ങാനുള്ള ഇത് കൂടുതലാണ്. അപ്പോൾ കായസിൻ്റെ പുഷ്ടിമ 3 എൻ്റെ ഒരു പാത്രമുണ്ട്, അതിലൊരു 700 ഗ്രാമാണ് കൊള്ളുക. അതുകൊണ്ട് ഒരു 3 പാത്രം പുഷ്ടിമ, 1 പാത്രം ലൈറ്റ്, പിന്നെ അവിൽ തവിട് കൊടുക്കാറുണ്ട്. പിന്നെ പ്രസവിക്കാൻ ഒരു 20 ദിവസം, ഏകദേശം ഒരു 20 ദിവസം മുൻപുള്ളപ്പോൾ പ്രീ-20 എന്ന് പറഞ്ഞിട്ട് 20 പാക്കറ്റാണ് അതിലുണ്ടാവുക. അപ്പോൾ അതൊരു ദിവസം 1 പാക്കറ്റ് വീതം എടുത്തിട്ട് അതും ഇവിടെ പ്രസവത്തിന് മുൻപ് എല്ലാ പശുക്കൾക്കും നമ്മൾ കൊടുക്കാറുണ്ട്. ബാൽമുനി എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പനിയിലും കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം ഇതാണ് വാങ്ങിയിട്ടുള്ളത്. അതുകൂടിയിട്ട് അധികം വെള്ളമൊന്നും ഒഴിക്കില്ല, ഒന്ന് കുഴമ്പ് രൂപത്തിലായിട്ട് കൊടുക്കാറുണ്ട്. എത്ര തീറ്റ വേണമെങ്കിൽ കൊടുത്താൽ. ഇപ്പോൾ ഒരു ചലഞ്ച് ഫീഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. എത്രയും തീറ്റ പ്രസവിക്കാൻ മുമ്പ് കുറേ 5 കിലോ തീറ്റ എക്സ്ട്രാ കൊടുക്കണൊരു. പക്ഷെ ഞങ്ങളങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ പ്രസവിച്ച എല്ലാ പശുക്കൾക്കും ദേവുട്ടിക്കായാലും കുഞ്ഞോൾക്കായാലും വലിയോൾക്കായാലും ഒക്കെ 10 ലിറ്ററിന് മീതെ നമുക്ക് പാല് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ 1 ലിറ്ററിന് 400 ഗ്രാം വെച്ച് തീറ്റ കൊടുക്കണം എന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുക. ഞാനങ്ങനെ നോക്കിയിട്ടൊന്നുമല്ല. നമുക്ക് കുറച്ച് വർഷങ്ങളുടെ തന്നെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗർഭിണികൾക്ക് ഇത്ര തീറ്റ, അല്ലെങ്കിൽ പ്രസവിക്കാറായവർക്ക് ഇങ്ങനെ തീറ്റ, പ്രസവിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്കറിയാലോ. അങ്ങനെ തുടർന്ന് പോകുന്നു.